ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിറ്റി മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ ചാപ്റ്റർ 2 വേൾഡ് ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ നാഷൻസ്, ഓഷ്യാനിയ, ടേബിൾ 2.7 കൺട്രീസ് ഇൻ ഓഷ്യാനിയ, ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ മൈക്ക് ഓഫായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാൻ ആദ്യമേ തന്നെ പറയാണ്, നമ്മുടെ മൈക്ക് ഓൾഡ് ആയതുകൊണ്ട് തന്നെ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡായിട്ട് ക്ഷമ ചോദിക്കുന്നു സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ദയവേത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ആദ്യമൊക്കെ 2 മണിക്കൂറൊക്കെ കിട്ടിയിരുന്നു, 2.5 മണിക്കൂറും 10 മിനിറ്റ്സും ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ അത് 2 മണിക്കൂറായി, ചിലപ്പോൾ 1.5 മണിക്കൂർ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ തന്നെ പറയാനാവുള്ളൂ. ദയവേത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ വീഡിയോ വീണ്ടും ഇപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്തതാണ്. ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് നമ്മൾ കുറേ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റി പോയതുകൊണ്ട് തന്നെ ആ വീഡിയോ നമുക്ക് ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും യൂട്യൂബിൽ. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരികയാണ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് എന്നുള്ളത്. ക്യാമറ ക്ലാരിറ്റി ഇല്ല, പിന്നെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കാര്യമായിട്ട്. അതൊക്കെ നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എന്തോ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല വീഡിയോ, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ആ വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം. അതിലും നല്ല പോയിന്റ്സും പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും വീഡിയോ. നമ്മുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഈ വീഡിയോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ. അപ്പം അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഏകദേശം 1/2 മണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോ ആണ് എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന വീഡിയോ ആണത്. ഡിലീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തായാലും CCTക്ക് വേണ്ടി ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഈ ടോപ്പിക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. സിറ്റി, ലൊക്കേഷൻ, ഇമ്പോർട്ടൻസ്. Abadan, Iran, world's biggest oil refinery. Abadan, Iran, world's biggest oil refinery. Adelaide, South Australia, tanning and textile industries. Adelaide, South Australia, tanning and textile industries. Aberdeen, England, industrial city, seaport, famous as the Granite City. Al Asnam, Algeria, world's greatest earthquake when 80% city was destroyed. Aberdeen, England, industrial city, seaport, famous as the Granite City. Al Asnam, Algeria, world's greatest earthquake when 80% city was destroyed. Al Asnam, Algeria, world's greatest earthquake when 80% city was destroyed. Alexandria, Egypt, seaport city founded by Alexander the Great. Angkor Wat, Cambodia, a ruined city with specimens of Indian art and culture and Hindu complex devoted to Lord Vishnu. Antwerp, Belgium, seaport, diamond cutting, shipbuilding, oil and sugar. Armero, Colombia, also called Wild City of Colombia, more than 20,000 people killed in volcanic eruption. Aswan, Egypt, a tourist resort, world's biggest dam. Aswan Dam, 13 km. Auckland, New Zealand, largest city of New Zealand, seaport.
Baghdad, Iraq. Babylon, Baghdad, Iraq. Babylon, Baghdad, Iraq, ancient center of art, science and culture. Remains of biblical tower, hanging gardens found here. Baikonur, Russia. Square leader Rakesh Sharma was launched into space from this town. Baku, Russia, oil-rich city on the Caspian Sea. Bandung, Indonesia. First summit of Afro-Asian countries was held here in 1955. Bandung, Indonesia. First summit of Afro-Asian countries was held here in 1955. Bangkok, Thailand, known as Venice of the East, largest city in Thailand and its capital. Barcelona, Spain, chief port and a commercial center, venue of the 1992 Olympics. Balance ഭാഗമാണ് city location importance. Barrancas, Mexico. World's first urban settlement to be exclusively powered by solar energy. Basra, Iraq. Principal port situated on the bank of the river. Shat el Arab near the Persian Gulf. Belize, Central America. Formerly the British Honduras became independent on 21st September 1981. 156th member of the UN. Benghazi, Libya. Chief town and port on the Gulf of Sintra in Mediterranean Sea. Bergen, Norway. Biggest city of Norway and a seaport. Bethlehem, Israel. Birthplace of Jesus Christ. Buenos Aires, Argentina. Largest city in the southern hemisphere, famous for dairy products. Cape Kennedy, USA. Missile launching center and head office of NASA, named after John F. Kennedy. Capitol, Washington, US Senate. Chicago, USA, important trading city. Meat packing is a chief industry. Cologne, Germany, industrial center. EAUD Cologne is after its name. Detroit, USA, home of biggest car manufacturing company Ford Motor. Diego Garcia, Indian Ocean, an important American military base in the Indian Ocean. Dover, England, seaport on the Strait of Dover. Dunkirk, France, a French port on the English Channel near the Belgian border. Durban, South Africa, associated with the political activities of Gandhiji. Edinburgh, Scotland, important educational center. Elba, Mediterranean Sea, and an island in the Mediterranean where Napoleon was exiled in 1814 to 1850. Entebbe, Africa, commercial center. Epsom, London, famous race course. Essen, Germany, coal mining, iron and steel industries. Geneva, Switzerland, European headquarters of the UN, former seat of the League of Nations, capital town. Genova, Italy, seaport in Mediterranean Sea. Gettysburg, USA, historical town, sites of the American Civil War. Gibraltar, Spain, a famous British colony. Glasgow, Scotland, biggest shipbuilding center, seaport. Göteborg, Sweden, seaport on Gotha River, connected to the Baltic Sea by a canal. Greenwich, London, observatory. The time in all countries is calculated on the basis of Greenwich Mean Time.
Hague, the Netherlands. The seat of UN International Court of Justice. Haifa, Israel, chief seaport. Hamburg, Germany, chief seaport. Harappa, Pakistan. Ruins of ancient India, sites of the Indus Valley civilization. Havana, Cuba. Cigar manufacturing, also a capital town. Important cities of the world in the balance ഭാഗമാണ്. City location importance. Heart Afghanistan. Ancient trade center, carpet and silk products manufacturing. Hiroshima, Japan. Industrial town was known as Venice of Japan. Ruined by the first atom bomb dropped by USA in the Second World War on 6th August 1945. Also a seaport. Hiroshima, Japan. Industrial town was known as Venice of Japan, ruined by the first atom bomb dropped by USA in the Second World War on 6 August 1945. Also a seaport. Hollywood, USA. American film industry. Honolulu, Hawaii Islands. Tourist resort, capital city. Istanbul, Turkey. Seaport formerly called Constantinople. Istanbul, Turkey. Seaport formerly called Constantinople. Jeddah, Saudi Arabia. Chief seaport on Red Sea. Ancient city. Jerusalem, Israel. Jesus Christ was crucified here. Also called Holy City. Johannesburg, South Africa. Gold mines. Kandahar, Australia. Gold mines. Kandy, Sri Lanka. Temple of Tooth, Buddha's tooth. Kansas, USA. Chief livestock trading center. Karachi, Pakistan. Chief seaport. Kew Gardens, London. Botanical gardens. Kimberley, South Africa. Diamond mining. Kirkuk, Iraq. Oil fields. Leipzig, Germany. Industrial town. Leningrad, Russia. Seaport, second largest city of Russia. In World War II, it was sieged by Germany. Also an industrial town. Liverpool, UK. Seaport, exporter of milk. London, UK. Third most populous city of the world. Seaport, capital city. Lopnor, China. Site of the Chinese nuclear test explosion. Los Angeles, USA. Largest city of USA. Center of American film industry, Hollywood. Manchester, UK. Cotton industry. Mecca, Saudi Arabia. Place of pilgrimage for Muslims. Birthplace of Prophet Muhammad II. Capital city. Medina, Saudi Arabia. Place of pilgrimage for Muslims. Tomb of Prophet Muhammad. Melbourne, Australia. Second largest city in Australia. Producer of woolen and leather goods and furniture. Capital of Victoria Province. Miami Beach, USA. Center for many world beauty contests. Milan, Italy. Second largest city of Italy. Mohenjo-daro, Pakistan. Historical site of Indus Valley civilization. Montreal, Canada. Large trading center. Moscow, Russia. Largest city of Russia and its capital. Munich, Germany. Beer manufacture. Venue of 1972 Olympics. Muri, Pakistan. Chief hill station. Nagasaki, Japan. An atom bomb was dropped here on 9 August 1945 during the Second World War. Seaport. Important cities of the world in the balance ഭാഗമാണ്. City location importance. Nazareth, Israel. Holy place of Christians associated with the life of Christ.
New Orleans, USA, cotton market. New Orleans, USA, cotton market. New York, USA, leading commercial and financial center of the world, located on the Hudson River. Houses the second largest building of the world. Empire State Building has the Statue of Liberty. Olympia, Greece, birthplace of Olympic Games. Pisa, Italy. Leaning Tower, which is one of the wonders of the world. Quebec City, Canada, seaport. Quebec City, Canada, seaport. Kyoto, Pakistan, hill station commands the entrance to the Bolan Passes. Rome, Italy, center of Roman civilization and culture, historical buildings, capital city. Rotterdam, the Netherlands, shipbuilding, iron and steel industries. Tobacco, San Francisco, USA, seaport, industrial center, meat packing, automobiles. Sao Paulo, Brazil, second largest city of Brazil. Coffee growing, second largest city of Brazil. Coffee growing. Shanghai, China, largest and most populous city of China. Shanghai, China, largest and most populous city of China. Shat al Arab, Iran-Iraq border, one of the world's ancient waterways, witnessed early human settlements. Saint Helena, British Island in South Atlantic. Napoleon was exiled here when he lost the Battle of Waterloo in 1815. Stratford-on-Avon, England, birthplace of William Shakespeare. Sudbury, Canada, world's biggest source of nickel. Tashkent, Uzbekistan, venue of talks between Prime Minister Lal Bahadur Shastri and President Ayub Khan on Indo-Pak problem. Tashkent, Uzbekistan, venue of talks between Prime Minister Lal Bahadur Shastri and President Ayub Khan on Indo-Pak problem. Tokyo, Japan, world's second most populous city, capital city. Toronto, Canada. Largest city of Canada. Ulster, Ireland, where struggle between Catholic and Protestant Christians took place. Vancouver, British Columbia, Canada seaport. Vatican City, Italy, the residence of the Pope, smallest independent state in the world with an area of 0.44 km square and a population of 1,000 people. Washington, D.C., USA, White House, official residence of the President. D.C. denotes District Columbia. Waterloo, Belgium. Battle of Waterloo was fought here between the British and her allies and the French forces, in which Napoleon was defeated in 1815. Wimbledon, London, famous for its tennis tournaments. Yellowstone, USA, oldest and largest national park, has about 3,000 geysers and hot springs. National Park. Zanzibar, Tanzania, produces clouds. Zurich, capital cities are not included here. Switzerland, universities of Switzerland. Zurich, capital cities are not included here. Switzerland, universities of Switzerland. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കാം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തത് ഈ ഒരു വേർഡ്സ് ക്യോട്ട പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ക്യോട്ട എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്തത്. അപ്പം അത് ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. ഞാൻ പ്രത്യേകം എടുത്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റായ കമൻസ് ദയവേത് അയക്കരുത്, അതിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയതാണ്. ചില വേർഡ്സൊക്കെ അങ്ങനെ നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട് സ്പെല്ലിങ് പറയുമ്പോൾ. അപ്പോൾ അതൊന്ന് ദയവേത് ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇത് പറയുന്നതാണ് കംഫർട്ടബിൾ എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ 2 വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ദയവേത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ, സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ പ്രധാനമായിട്ട്, ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡിൽ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. ഇമ്പോർട്ടൻറ്റ് cities situated on the banks of rivers. Table 2.9 important cities situated on the banks of rivers. Table 2.9 important cities situated on the banks of rivers. City, country, river. City, country, river. Ekiab, Myanmar, Burma, കാലഡാൻ. ഒരു കാര്യം പ്രത്യേകം പറയാണ്, നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, അങ്ങനെ പറയാൻ തന്നെ ആയിരിക്കും നല്ലത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കാം. ഒരിക്കൽ കൂടി പറയാണ്, ടേബിൾ 2.9 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. ടേബിൾ 2.9 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. എക്യാബ് മ്യാൻമർ, ബർമ, കാലഡാൻ. എക്യാബ് മ്യാൻമർ, ബർമ, കാലഡാൻ. ആൻവർപ്പ്, ബെൽജിയം, സ്കിൽഡറ്റ്. ആൻവർപ്പ്, ബെൽജിയം, സ്കിൽഡറ്റ്. ബാഗ്ദാഡ്, ഇറാഖ്, ടൈഗ്രീസ്. ബാങ്കോക്ക്, തായ്ലൻഡ്, ചെയോപ്രയ. ബാങ്കോക്ക്, തായ്ലൻഡ്, ചെയോപ്രയ. ബാസ്ര, ഇറാഖ്, ഷാഡ് അൽ അറബ്. ബാസ്ര, ഇറാഖ്, ഷാഡ് അൽ അറബ്. ബെൽഗ്രേഡ്, സെർബിയ, ഡാനൂബ്. ബെർലിൻ, ജർമ്മനി, സ്പ്രീ. ബോൺ, ജർമ്മനി, റിനി. ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ട്, ആവോൺ. ബ്രൂസലസ്, ബെൽജിയം, സിനി. ബ്യൂഡാപെസ്റ്റ്, ഹംഗറി, ഡാനൂബ്. കെയ്റോ, ഈജിപ്ത്, നൈൽ. കാൻഡോൺ, ചൈന, ച്യൂകിയാങ്. ചിറ്റഗോങ്, ബംഗ്ലാദേശ്, കാർനാഫ്യൂലി. ചങ്കിങ്, ചൈന, യാക്സി, കിയാങ്. യാങ്തിസ്, കിയാങ്. കൊളോഗ്നി, ജർമ്മനി, റിനി. ഗെഡ്നാക്സ്, പോളണ്ട്, വിസ്റ്റ്വല. ഗെഡ്നാസ്ക്, പോളണ്ട്, വിസ്റ്റ്വല. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി. ഞാൻ തുടക്കത്തിലെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു.
എന്തായാലും ഞാനൊരു 1.5 മണിക്കൂർ ഉള്ള വീഡിയോ ആണ് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച രീതിയിൽ നമുക്ക് വീഡിയോ ആ രീതിക്ക് അങ്ങ് വന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, അത് ലാസ്റ്റ് ക്യാമറ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞിരുന്നു അത് സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഈ വീഡിയോയും അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ശരിയാവില്ല. നമ്മളൊരു 1.5 മണിക്കൂർ പ്രതീക്ഷയാണ് ചെയ്തത്, പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് നമ്മുടെ കാൽക്കുലേഷൻ ഫെയിലായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറേ കിട്ടിയുള്ളൂ. നേരത്തെ ഒരു വീഡിയോ നമ്മൾ 1/2 മണിക്കൂർ കൂടുതലുള്ള ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി ചെയ്തു, അപ്പോൾ കറക്റ്റ് കണക്ക് തന്നെയാണ്. 1.5 മണിക്കൂർ തന്നെ നമുക്ക് ഏകദേശമൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ 2 മണിക്കൂറും കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തോ നമ്മളിത് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഇതിൽ വരണ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും CSETക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് എനിക്ക് സാറ്റിസ്ഫൈഡ്. അങ്ങനെ വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൈക്ക് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ ഓഫായി പോയേക്കണതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ചില ഭാഗത്തൊക്കെ. അപ്പോൾ ദയവേത് ക്ഷമിക്കുക സൗണ്ട് ഇല്ലാത്തതിന്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇത് വീണ്ടും ചെയ്യാന്ന് വെച്ചാൽ കംഫർട്ടബിൾ അല്ല, പിന്നെ ടൈമും ഇല്ല. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിപ്പോയി, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ക്യാമറ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഒഴിവാക്കിയിട്ടും അതുപോലെ തന്നെ മൈക്കും കറക്റ്റായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാമെന്നാണ് നിങ്ങളോട് പറയാനാവുള്ളൂ. ഡ്രോബാക്സ് ഒക്കെ ദയവേത് ക്ഷമിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും നല്ലപോലെ വന്നിട്ടുണ്ട് ഈ ടോപ്പിക്കിലൊക്കെ, അപ്പോൾ ദയവേത് ക്ഷമിക്കാം. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ തെറ്റായ കമൻസും കാര്യമൊക്കെ വരും, ദയവേത് മനസ്സിലാക്കുക. ഒരു ദിവസം 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതും ഒരേ ടോപ്പിക്ക് 2 പേരിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ് എന്നുള്ള ഒരിക്കൽ കൂടി പറയേണ്ടി വരും നമുക്ക് അടുത്ത വീഡിയോയിൽ. പിന്നെ അടുത്ത വീഡിയോയിൽ ചേഞ്ച്ഡ് നെയിംസ് ഓഫ് സം സിറ്റീസ്, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. മേജർ നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചർ, ക്രോപ്സ്, മിനറൽസ്. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്ക് വാങ്ങിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കൂടുതലും നമ്മൾ വീഡിയോ ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത് കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഈ മൈക്ക് തന്നെ വെച്ച് പരമാവധി വീഡിയോ എടുത്ത് ഈ ബുക്ക് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേടിക്കേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, മൈക്ക് പെട്ടെന്ന് ഓഫായി പോവും, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫിയാണ്. ഈ ഒരു കാര്യവും മറക്കരുത്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി പറയണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവേത് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. ഈ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്, നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CCT മാനുവൽ 2023
old video, the person CCT manual 2025, the person CCT manual 2024 ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. ദ പേഴ്സൺ CCT മാനുവൽ 2023 എന്നുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ടില്ല. അപ്പോൾ വീഡിയോസൊക്കെ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് CCTക്ക് വേണ്ടി കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം. ഒരുപാട് ടോപ്പിക്സ് ഒന്നും ഇല്ലയെന്ന് നിങ്ങൾക്കറിയാം ഇത് വാച്ച് ചെയ്യുമ്പോൾ തന്നെ. എന്നാൽ ഇതൊക്കെ ഒരു പക്ഷേ വളരെ നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത്. അല്ലാതെ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഒരുപാട് എസ്സേ ടൈപ്പൊന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് പറ്റുമെന്ന് വിചാരിക്കാം. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയണ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. അത് എന്ത് രീതിയിലുള്ള ഡ്രോബാക്സും ആവട്ടെ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത് പ്രത്യേകം എടുത്തു പറയണം എന്നുള്ളത്. കാരണം എനിക്ക് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് തെറ്റു പറ്റരുത്. നമ്മുടെ ഈ വീഡിയോ അല്ല കേട്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോനും ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല രീതിയിലും നമുക്കത് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.